ഹലോ എവ്രി വൺ. നമ്മളിന്ന് സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്ന DH ലോറൻസ് എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സോ DH ലോറൻസിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ അദ്ദേഹം ഏർലി 20th സെഞ്ചുറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡേണിസ്റ്റ് റൈറ്ററിൽ പെട്ട ഒരാളായിരുന്നു. ഈ സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്ന ഒരു നോവൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ളൊരു എഴുത്തായിട്ടും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഇത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് അല്ല. കാരണം ഇതിലുള്ള പല സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇത് മുഴുവനായിട്ടും അദ്ദേഹത്തിൻ്റെ ലൈഫിലും സംഭവിച്ച കാര്യങ്ങൾ മാത്രമല്ല, അദ്ദേഹം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ നമുക്കതൊരു ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്, നമുക്കൊരിക്കലും ഇത് പറയാൻ പറ്റില്ല. അതുപോലെ ഇതിലുള്ള ഒരു ഇമേജറി ആയിട്ടുള്ളൊരു നഗരം ഉണ്ട്, അതിന് പറയുന്നത് ബെസ്റ്റ് വുഡ് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം സ്വന്തമായിട്ട് ഇമേജ് ചെയ്തുണ്ടാക്കിയ ഒരു ഇമേജറി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ഒരു ബെസ്റ്റ് വുഡ് എന്ന് പറയുന്നത്. അത് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഈസ്റ്റ് വുഡ് എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബെസ്റ്റ് വുഡ് എന്ന് പറയുന്ന ഒരു നഗരത്തിനെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും പറയപ്പെടുന്നുണ്ട്. സോ നമുക്കൊരു സ്റ്റോറിയിലേക്ക് കിടക്കാം. സോ ഇതിൽ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് മൊറൈൽ ഫാമിലിയാണ്. അതിൽ വാൾട്ടർ മൊറൈൽ, ദെൻ ജെർട്രൂഡ് മൊറൈൽ, അവരുടെ മക്കളായിട്ടുള്ള പോൾ മൊറൈൽ, വില്യം, അതുപോലെ പോളിൻ്റെ 2 ലവേഴ്സ് ആയിട്ടുള്ള മിരിയം, ദെൻ ക്ലാര എന്ന് പറയുന്ന ഇവരാണ് മെയിൻ ആയിട്ടുള്ള ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സും. സോ മൊറൈൽ ഫാമിലിയിൽ വാൾട്ടർ മൊറൈൽ, നമ്മുടെ പോളിൻ്റെ അച്ഛൻ, ഈ സ്റ്റോറിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹീറോ എന്ന് പറയുന്നത് പോളാണ്. കാരണം ഈ ഒരു പോളിൻ്റെ സ്റ്റോറിയാണ് നമുക്ക് ഈ ഒരു നോവലിൽ പഠിക്കാനുള്ളത്. ഈ ഒരു നോവൽ പറയുന്നതും ഈ ഒരു പോളിൻ്റെ സ്റ്റോറി തന്നെയാണ് കേട്ടോ. കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിലേക്കാണ് എത്തുന്നത്. പോളിൻ്റെ അച്ഛനായിട്ടുള്ള വാൾട്ടർ മൊറൈൽ എന്ന് പറയുന്നത് അദ്ദേഹം എഡ്യൂക്കേറ്റഡ് അല്ലാത്ത സാധാരണ ഒരു ഖനന തൊഴിലാളിയാണ്. അദ്ദേഹത്തിൻ്റെ മദർ ആണെങ്കിലോ ജെർട്രൂഡ് മൊറൈൽ എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ അപ്പർ സോഷ്യൽ രീതിയിൽ വളർന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരുടെ അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ തമ്മിലുള്ളൊരു വ്യത്യാസം അവർ തമ്മിലുണ്ട്. പക്ഷേ അവർ പ്രണയിച്ച് കല്യാണം കഴിച്ച ആളുകളാണ്. പക്ഷേ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒട്ടും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരുന്നില്ല. അവർക്ക് 4 മക്കളാണ് ഉണ്ടായിരുന്നത്. വില്യം, മൂത്ത മകനാണ് വില്യം, ദെൻ ആനി, പോൾ, ആർതർ. ഈ ആനി അതുപോലെ ആർതർ എന്ന് പറയുന്ന ഈ 2 ക്യാരക്ടേഴ്സും അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് അല്ല ഈ ഒരു നോവലിനെ സംബന്ധിച്ച്. അവരെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഈ ഒരു നോവലിൽ തരുന്നില്ല. ആനി എന്ന് പറയുന്ന കഥാപാത്രം പിന്നീട് കല്യാണം കഴിഞ്ഞ് അവരുടെ ലൈഫിൽ അങ്ങ് പോകുന്നു എന്നുള്ളതാണ്. ആർതർ അതുപോലെ ഒരു ആർമിയിൽ ചേരുന്നു, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അവരെ കുറിച്ചിട്ടുള്ള ഒരു നോവൽ അല്ല, അവർക്ക് അത്രയും തന്നെ ഇമ്പോർട്ടൻസും അവർക്ക് അതിലില്ല എന്നുള്ളതാണ്. മിസ്സിസ് മൊറൈലിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ, മിസ്സിസ് മൊറൈൽ പറയുമ്പം ജെർട്രൂഡ് മൊറൈലാണ് കേട്ടോ. അപ്പം മിസ്സിസ് മൊറൈൽ എന്ന് പറയുന്നത് അവരുടെ അമ്മ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മിസ്സിസ് മൊറൈൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അവരുടെ ലൈഫിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരു സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു അവർ. പക്ഷേ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈഫായിരുന്നു. കാരണം ഒരു ഖനന തൊഴിലാളിയുടെ ഭാര്യയായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. കാരണം അത്രയും സോഷ്യലായിട്ടുള്ള ആ ഒരു അപ്പർ ലെവലിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് അവർ. പക്ഷേ അവരുടെ ലൈഫ് ഒരിക്കലും അവർക്കൊരു സന്തോഷം അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ആ ഗ്രാമത്തിലുള്ള ആരുമായിട്ടും അവർക്ക് അത്ര അടുപ്പം ഉണ്ടായിരുന്നില്ല. തന്നെ ഭർത്താവായിട്ടാണെങ്കിലോ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിന് കാരണം എന്താ? ഇതിന് കാരണം ഈ വാൾട്ടർ മൊറൈൽ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കരമായിട്ടുള്ളൊരു മദ്യപാനിയായിരുന്നു. അതുപോലെ തൻ്റെ ഭാര്യയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും അവളോട് ക്രൂരമായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു വാൾട്ടർ മൊറൈൽ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, അവരുടെ ആദ്യത്തെ മകനായിരുന്ന വില്യം, ആ ഒരു സമയത്ത് വില്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവർക്ക്. അപ്പം ആ വില്യമിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ഒരിക്കൽ അദ്ദേഹം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതുപോലെ അവർ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴെന്താണ് അവരെ വീടിന് പുറത്തേക്ക് അവർ വാതിലടച്ചിട്ട് അവരെ പൂട്ടിയിടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ തൻ്റെ ഭാര്യയോട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഭാര്യയുടെ പണം മോഷ്ടിക്കുക, എന്നിട്ട് അവരെ ഉപദ്രവിക്കുക, അങ്ങനത്തെ ഒരുപാട് നീചമായിട്ടുള്ള വൃത്തികേടുകളൊക്കെ തൻ്റെ ഭാര്യയോട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അവർ. അതുകൊണ്ട് തന്നെ നമ്മുടെ മിസ്സിസ് മൊറൈലിനെ സംബന്ധിച്ച് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അൺഹാപ്പി ആയിട്ടുള്ള ലൈഫാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു വാൾട്ടർ മൊറൈൽ എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവിനെ ആ ഒരു തന്നോടുള്ള പൂർണ്ണമായിട്ടുള്ള സ്നേഹം അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്നേഹം പിന്നീട് കിട്ടുന്നത് അവരുടെ മൂത്ത മകനായിട്ടുള്ള വില്യമിനാണെന്നുള്ളതാണ് നമുക്ക് പിന്നീട് ഇതിൽ കാണാൻ പറ്റുന്നത്. പിന്നീട് പോൾ ജനിക്കുന്നുണ്ട്. അവർക്കൊക്കെ നല്ല ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം നേടിക്കൊടുക്കണം, തൻ്റെ ഹസ്ബൻഡിനെ പോലെ അവരും സാധാരണ ഒരു തൊഴിലാളിയായിട്ട് മാറരുത് എന്നുള്ള വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മിസ്സിസ് മൊറൈലിന്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് കഴിയുന്നത്ര തൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കിതിൽ കാണാൻ പറ്റും. പിന്നീട് വില്യമിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. വില്യം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേവ് ആയിട്ടുള്ളൊരു മകനായിരുന്നു. അതുകൊണ്ട് തന്നെ മിസ്സിസ് മൊറൈലിന് വളരെയധികം ഒരു സ്നേഹം ഉണ്ടായിരുന്നു വില്യമിനോട്. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹം വില്യമിനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വില്യം വളർന്നു വലുതായി വില്യം ഒരു ഓഫീസിൽ ഒരു ജോലി കണ്ടെത്തി കൊടുക്കുന്നുണ്ട് മിസ്സിസ് മൊറൈൽ. പക്ഷേ വാൾട്ടറിനെ സംബന്ധിച്ച് അദ്ദേഹം തൻ്റെ മകനെയും ഒരു
ഖനന തൊഴിലിലേക്ക് തന്നെ മകനെയും കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ തൻ്റെ ഭാര്യ ഒരിക്കലും അതിന് സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം തൻ്റെ 4 മക്കളെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വില്യമിനാണെങ്കിൽ നല്ലൊരു ജോലി നേടിക്കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ ആനിന് നല്ലൊരു ടീച്ചർ ആവണം എന്നും, അതുപോലെ തന്നെ പോളിനെ സംബന്ധിച്ച് അവന് നല്ല വിദ്യാഭ്യാസം നേടിക്കൊടുക്കണമെന്നും, ആർദറിന് എന്താണ് സ്കോളർഷിപ്പ് വാങ്ങിയെടുക്കണം എന്നുള്ള ഈ 4 മക്കളെ കുറിച്ചിട്ട് 4 രീതിയിലുള്ള സ്വപ്നങ്ങളായിരുന്നു ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പിന്നീട് പറയുന്നത് പോളിൻ്റെ ചൈൽഡ്ഹുഡാണ്. ഈ പോൾ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ മദറുമായിട്ട് ഭയങ്കരമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഒരാൾ തന്നെയായിരുന്നു. കാരണം ആ ഒരു അമ്മയായിട്ടുള്ളൊരു കണക്ഷൻ കൂടുതലുള്ളത് കൊണ്ട് തൻ്റെ അമ്മ അച്ഛനെ സ്നേഹിക്കാത്തത് കൊണ്ട് തന്നെ അവരും അച്ഛനെ ഇഷ്ടപ്പെടുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒരു കുടുംബം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു വീടിന് മുന്നിൽ വലിയൊരു ആഷ് മരമുണ്ട്. അപ്പം ആ ഒരു കുടുംബത്തിലെ കോൺഫ്ലിക്റ്റിനെ സിംബലൈസ് ചെയ്ത് കൊണ്ടിട്ടാണ് ആ ഒരു ആഷ് മരം അവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ആ ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറി ക്രമേണ എന്താണ് നമ്മുടെ ആ ഒരു വാൾട്ടർ എന്ന് പറയുന്നത് ഒരു ഔട്ട്സൈഡർ ആയിട്ട് മാറി. ആ മക്കളൊക്കെ വളർന്ന് വലുതാവാൻ തുടങ്ങി. ആ ഒരു അച്ഛൻ്റെ സ്ഥാനം അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് ഒരു ഔട്ട്സൈഡറിൻ്റെ സ്ഥാനം മാത്രമായിട്ട് അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം മാത്രമായി ചുരുങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ്. നമ്മുടെ പോളിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ അദ്ദേഹം നല്ലൊരു ചിത്രകാരനായിരുന്നു കേട്ടോ. ഒരുപാട് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ അദ്ദേഹം വരയ്ക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ഫാക്ടറിയിൽ ഒരു ക്ലർക്കായിട്ട് ജോലിക്ക് കയറുന്നുണ്ട്. പക്ഷേ ആ ഒരു ജോലിക്ക് കയറുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രരചനയും അതിന് ഒപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് പോളിൻ്റെ കഥയാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. ഈ പോൾ ആദ്യമായിട്ട് വില്ലി ഫാം എന്ന് പറയുന്ന ഒരു സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. അത് ഒരു പ്രകൃതി മനോഹരമായിട്ടുള്ള ഭയങ്കര ഒരു നാച്ചുറൽ ബ്യൂട്ടി നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഒരു വില്ലി ഫാമിനെ നമ്മുടെ റൈറ്റർ ഇവിടെ പറയുന്നത്. അവിടെ നിന്നാണ് മിറിയം ലീവേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ പോളിൻ്റെ ആദ്യത്തെ ലവറിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഈ മിറിയം ലീവേഴ്സിൻ്റെ കൂടെ ഈ ലീവേഴ്സ് ഫാമിലിയുമായിട്ട് വളരെ അടുത്ത ബന്ധം ഈ പോൾ സ്ഥാപിക്കുകയാണ്. അങ്ങനെ ആ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ എന്നാണ് അവർ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ അവർ ലവ് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മളെ മിറിയമും അതുപോലെ തന്നെ പോളും തമ്മിൽ എന്താണ് ഒരു സ്നേഹബന്ധം അവിടെ വളരാൻ തുടങ്ങുകയാണ്. ഈ ഒരു ബെസ്റ്റ് വുഡ് എന്ന് പറയുന്നത് അവർ ജനിച്ച പോളും മൊറേൽ ഫാമിലിയുള്ള സ്ഥലമാണ് ബെസ്റ്റ് വുഡ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നാച്ചുറൽ ബ്യൂട്ടി ഉള്ള സ്ഥലമാണ് ശരിക്കും വില്ലി ഫാം എന്ന് പറയുന്നത്. അപ്പം അത് രണ്ടും തമ്മിൽ എന്താണ് മറ്റേതെന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടറി ഇൻഡസ്ട്രിയിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു പൊല്യൂഷൻ നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ ഈ വില്ലി ഫാം എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിനെ വളരെ മനോഹരമായിട്ടുള്ളൊരു നഗരമായിട്ടാണ് നമ്മുടെ റൈറ്റർ ഇവിടെ ചിത്രീകരിക്കുന്നത്. സോ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് വില്യം ഓൾറെഡി ഒരു ജോലിയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവിടെ ജോലിക്കിടയിൽ എന്താണ് ലില്ലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് നമ്മുടെ വില്യം പ്രണയത്തിലാവാണ്. അങ്ങനെ ആ വില്യം ലില്ലിയേയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ മിസ്സിസ് മൊറേലിന് ഒരിക്കലും ആ ഒരു ലില്ലിയെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ മക്കളും ആ ഒരു അമ്മയും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം, അല്ലെങ്കിൽ ആ അമ്മയുടെ ഒരു തരത്തിലൊരു പേടി, താനല്ലാത്ത മറ്റൊരു സ്ത്രീകളുമായിട്ട് തൻ്റെ മക്കൾ പോയി കഴിഞ്ഞാൽ എന്താണ് താൻ തനിച്ചാകുമോ എന്നുള്ളൊരു ഭയം ആ ഒരു അമ്മക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കാം തൻ്റെ മക്കൾ സ്നേഹിക്കുന്നവരെ ആരെയും മിസ്സിസ് മൊറേലിന് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അതുപോലെ തന്നെ ലില്ലിയെയും മിസ്സിസ് മൊറേലിന് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവൾ എന്താണ് ഫേക്കായിട്ടാണ് വില്യമിനെ പ്രണയിക്കുന്നത്, അല്ലെങ്കിൽ വെറുതെ ഒരു കൃത്രിമമായിട്ടുള്ളൊരു സ്നേഹം മാത്രമാണ് അവൾക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു മിസ്സിസ് മൊറേലിന് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിന് മിസ്സിസ് മൊറേൽ അത്ര തന്നെ സപ്പോർട്ടീവ് അല്ലായിരുന്നു, അതിനൊരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് വില്യം വീണ്ടും ലണ്ടനിലേക്ക് മടങ്ങി പോകുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെയും അതുപോലെ തന്നെ വേറെ പല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെയും ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ച് അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയും പിന്നീട് അദ്ദേഹം മരിക്കുന്നതായിട്ടാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ ആ ഒരു വില്യമിൻ്റെ മരണത്തോടു കൂടെ ആ ഒരു കുടുംബം മുഴുവൻ എന്താണ് ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിൽ ആ ഒരു കുടുംബം തകർന്നു പോകുന്നതായിട്ടാണ് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത്. പിന്നീട് ഈ ഒരു സ്റ്റോറിയുടെ മെയിൻ കഥാപാത്രം പോളായിട്ട് മാത്രമായിട്ട് ചുരുങ്ങി. പിന്നീട് നമുക്ക് ഈ ഒരു പോളിൻ്റെ ലവിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഓൾറെഡി മിരിയം ലീവേഴ്സിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു മിരിയം ലീവേഴ്സും അതുപോലെ തന്നെ നമ്മുടെ പോളും രണ്ടുപേരും പുസ്തകത്തോടും അതുപോലെ തന്നെ ലിറ്ററേച്ചേഴ്സിനോടൊക്കെ വലിയ താല്പര്യമുള്ള വ്യക്തികളായിരുന്നു. അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. പക്ഷേ ഈ ഒരു മിസ്സിസ് മൊറേലിനെ ഇവർ രണ്ട് പേരും തമ്മിലുള്ള ഒരു പ്രണയത്തെയും ഇഷ്ടമില്ലായിരുന്നു. കാരണം അപ്പോഴും മിസ്സിസ് മൊറേലിന് എന്താണ് ഈ മിറിയയും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഈ പോളും ഈ മിറിയയും തമ്മിലും ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ. ഈ മിറിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വളരെ ഒരു ആത്മീയമായിട്ടുള്ള രീതിയിലുള്ളൊരു പെൺകുട്ടിയാണ്. കാരണം ആ പോൾ എന്ന വ്യക്തിയെ സ്നേഹിക്കുന്നതിലേറെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സോളിനെയാണ് മിറിയം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പോൾ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു രീതിയിലുള്ള പ്രണയമല്ല അദ്ദേഹം ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ശാരീരികമായിട്ടുള്ള ആ ഒരു പ്രണയം തുറന്നു കാടുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ലവ് ആയിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. സോ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും തമ്മിൽ എന്തായിരുന്നു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് തൻ്റെ അമ്മയുമായിട്ടുള്ള ഒരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം കാരണം ആ പോളിന് എന്താണ് മിറിയമായിട്ടുള്ള ഒരു സ്നേഹം പിന്നീട് നിലനിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് വേറൊരു പെൺകുട്ടിയായിട്ട് നമ്മുടെ പോൾ അടുപ്പത്തിലാവാണ് ക്ലാര എന്ന് പറയുന്നു.
ക്ലാര എന്ന് പറയുന്ന പെൺകുട്ടി എന്താണ് ഓൾറെഡി മാരീഡ് ആണ്. തൻ്റെ ഭർത്താവിൽ നിന്ന് എന്താണ് പിരിഞ്ഞ് കഴിയുന്ന രീതിയിലാണ് ക്ലാര കഴിയുന്നത്. ആം, വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലായിരുന്നു അവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പോളുമായിട്ട് അവർ പ്രണയത്തിലാവാണ്. ആ ഒരു ബന്ധം അറിയുമ്പോഴും നമ്മുടെ മിസ്സിസ് മൊറേലിന് എന്താണ് അവളെയും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു അമ്മയും ആ മക്കളുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം തന്നെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടി വരും. കാരണം അത്രയും പ്രണയത്തിലായിരിക്കുന്ന അല്ലെങ്കിൽ അത്രയും ആ ഒരു സ്നേഹബന്ധത്തിലായിരിക്കുമ്പം ആ ഒരു അമ്മയിൽ നിന്ന് മാറി മറ്റുള്ള പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ തൻ്റെ മക്കൾക്കും പറ്റുന്നില്ല. ആ അമ്മക്കാണെങ്കിലോ തൻ്റെ മകനെ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം കാരണം അവരെ ആരും അംഗീകരിക്കാനും പറ്റുന്നില്ല. ആ ഒരു രീതിയിലായിരുന്നു ശരിക്കും പിന്നീട് നമുക്ക് ഈ ഒരു നോവലിൽ പിന്നീട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലാര എന്ന് പറയുന്ന ഒരു ലവറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ക്ലാരയുടെ ഹസ്ബൻഡുമായിട്ടും പല സംഘർഷങ്ങളും പോളുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് ക്ലാരയുടെ ഹസ്ബൻഡ് സുഖമില്ലാതെ കിടക്കുന്ന ടൈമിൽ നമ്മുടെ പോൾ അദ്ദേഹത്തെ ചെന്ന് ശുശ്രൂഷിക്കുകയും നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഹസ്ബൻഡും ക്ലാരയും തമ്മിൽ വീണ്ടും കാണാനും അതുപോലെ തന്നെ ഇടപഴകാനൊക്കെ സാഹചര്യം ഉണ്ടാവുകയും അവർ തമ്മിൽ വീണ്ടും ഒരുമിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ആ ഒരു ക്ലാരയും അതുപോലെ തന്നെ പോളും തമ്മിലുള്ള ഒരു ബന്ധവും അവിടെ ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്നേഹബന്ധം അവിടെ അവസാനിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് മിസ്സിസ് മൊറേൽ എന്താണ് വളരെയധികം രോഗബാധിതയായിട്ട് കിടക്കുന്നത്, ഭയങ്കര ഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ച് കിടക്കുന്നതാണ്. അതിൽ പറയുന്നത് വെച്ചാൽ ഒരു ക്യാൻസർ ബാധിതയായിരുന്നു എന്നുള്ളതാണ്. മിസ്സിസ് മൊറേൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പം വളരെയധികം വേദന സഹിക്കാൻ പറ്റാത്ത വേദനയ്ക്ക് വരുമ്പം ഡോക്ടർ എഴുതിയിട്ടുള്ള മോർഫിൻ എന്ന് പറയുന്ന ഒരു ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഗുളികൻ ഒരു മരുന്നുണ്ടല്ലോ അത് കൊടുക്കും. അപ്പം ഈ അമ്മയുടെ ഈ വേദന ആ മകന് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു അമ്മ അനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറയുന്നത്. അപ്പം ഒരു ദിവസം വളരെ കഠിനമായിട്ടുള്ളൊരു വേദന ആ അമ്മക്ക് അനുഭവപ്പെടുകയുണ്ടായി. അപ്പം ആ കൊടുക്കുന്ന മോർഫിൻ എന്ന് പറയുന്ന ആ ഒരു മരുന്ന് എന്താണ് കുറച്ചധികം ആ ഒരു വേദന ശമിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ആ പോള് കൊടുക്കുമ്പം അത് കാരണമായിട്ട് പിന്നീട് എന്താണ് ആ ഒരു അമ്മ ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റിട്ടേ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ആ അമ്മ അതിലൂടെ തന്നെ മരിച്ചു പോയി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആ ഒരു അമ്മയുടെ ഒരു മരണം പിന്നീട് നമ്മുടെ പോൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലിലേക്കാണ് പിന്നീട് നയിക്കുന്നത്. കാരണം അതിൻ്റെ ജീവനക്കാളേറെ താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ അമ്മ നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ പിന്നീട് സ്നേഹിച്ചിരുന്ന മിറിയവും ക്ലാരയും ഒക്കെ തൻ്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയി. സോ താനിനെ ഒറ്റക്കായി പോയി എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് പോലും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും അദ്ദേഹം ആത്മഹത്യയെ തിരഞ്ഞെടുക്കുന്നില്ല. അദ്ദേഹം ആ ഒരു നോട്ടിംഗം എന്ന് പറയുന്ന നഗരത്തിലേക്ക് ആ ഒരു വെളിച്ചത്തിലേക്ക് തിരിഞ്ഞു നടക്കുന്നതായിട്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്. അഥവാ ഒരു പ്രതീക്ഷയുടെ ഒരു തിരുനാളം തെളിച്ചിട്ടാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും മരണപ്പെടുന്നില്ല, അദ്ദേഹം തൻ്റെ ജീവിതത്തിലേക്ക് മുന്നോട്ട് തന്നെ പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്.